പോയി ക്ഷണിക്കുമെന്നാ? എങ്ങോട്ടേക്ക്? എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും വിവരമില്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ആയിട്ടാണ് കെ കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് പുള്ളിയേട്ടനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പുള്ളിയേട്ടൻ വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. അത് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യം, അറിയാത്ത കാര്യം ഇല്ല. ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല. കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതാണ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അല്ല, ഞാനോ സ്നേഹം? എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട്. അയ്യോ, ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ഇതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. എന്നെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം. ദേഷ്യം വന്നാൽ എന്ത് പറയും, അച്ഛനെയായാലും അമ്മയിലൊക്കെ പറഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോകും. പറഞ്ഞോട്ടേന്നേ, ഞാൻ അനിയത്തിയല്ല. അയ്യോ, അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല. കാരണം അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, എല്ലാ ഇതിലും ഇരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയോ തോൽപ്പിക്കണേ? മൂന്നാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാം? പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല.